ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. രക്ഷയുടെ സന്തോഷവും ദൈവഭക്തനും എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭക്തന് സന്തോഷമെന്ന് പറയുന്നത്, അതായത് രക്ഷയുടെ സന്തോഷമെന്ന് പറയുന്നത്, അവൻ്റെ വിശ്വാസത്തിൻ്റെയും അവൻ്റെ നിലനിൽപ്പിൻ്റെയും അടയാളം തന്നെയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഭക്തൻ്റെ രക്ഷയുടെ സന്തോഷം അതെങ്ങനെ എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വഴികളിൽ നിന്നും, മരണത്തിൽ നിന്നും, നാശത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട പ്രാണനുമായി ബന്ധപ്പെട്ടതാണ് രക്ഷയുടെ സന്തോഷം എന്നുള്ളത് ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വചനം ഭക്തനോട് സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും. അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയുണ്ട്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തു തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ പ്രത്യക്ഷപ്പെടും. ഈ തേജസ്സും കർത്താവിൻ്റെ നാമവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യവംശത്തിന് ദൈവം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ദൈവ തേജസ്. അവനെ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ള മാനുഷിക വശവും പരിശുദ്ധാത്മാവും തേജസ്സും ആ, അത് ദൈവിക വശവുമായി അവനെ ദൈവപുത്രനാക്കി തക്കവണ്ണം അവനിൽ വസിക്കുവാനിടയായി തീർന്നു. ഇത് മനുഷ്യർക്ക് മാത്രം കർത്താവ് ചെയ്ത നന്മയാണ്. ഇത് പാപം ചെയ്ത് ഈ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ വീണ്ടും ഈ തേജസ്, നഷ്ടപ്പെട്ടു പോയ തേജസ് തിരിച്ചു വരുന്ന അനുഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ കൂടിയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം, ശുശ്രൂഷ തികച്ചതിന് ശേഷം കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നുള്ളൊരു ശബ്ദമുണ്ടായി. അപ്പോൾ ഈ നാമത്തിലാണ് ദൈവ തേജസ് ഉൾക്കൊണ്ടിരിക്കുന്നത്. നാമത്തെ അവകാശമാക്കുന്നവൻ തേജസ്സിനെ അവകാശമാക്കുന്നു എന്നർത്ഥം. യേശു പിതാവായ ദൈവത്തിൻ്റെ നാമത്തിന് അവകാശിയായി തീർന്നതാണ്. അതായത് നാമത്തെ അവകാശമാക്കിയവനാണ് യേശു. അതുപോലെ തന്നെ നാമത്തെ അവകാശമാക്കുക എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ തേജസ്സിനെ അവകാശമാക്കി എന്നർത്ഥം. അതുകൊണ്ടാണ് വചനത്തിൽ 12-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആ തേജസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ നാമത്തെയാണ് തേജസ്കരിച്ചത്. അതോടുകൂടി യേശു നാമത്തിന് അവകാശിയായി തീർന്നു. മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിന് അവകാശിയായി തീർന്നു. മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് അവൻ തിരികെ പ്രാപിപ്പാനിടയായി തീർന്നു. മനുഷ്യവംശത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവ തേജസ് യേശു തിരികെ പ്രാപിച്ചത് ചില ഘട്ടങ്ങളിൽ കൂടിയാണ്. പരിശുദ്ധാത്മാവിനാൽ അവൻ ജനിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ലോകത്തിൽ ജീവിച്ചു. പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തികച്ചു. അതിനുശേഷം മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് കണ്ടപ്പോൾ
അവൻ ദൈവത്തിൻ്റെ നാമത്തിന്, പിതാവായ ദൈവത്തിൻ്റെ നാമത്തിന് അവകാശിയായി തീർന്നു. അതായത് ദൈവ തേജസ്സിന് അവൻ അവകാശിയായി തീർന്നു. എന്നിട്ടും അവൻ മരിച്ചു. കാരണം ദൈവ തേജസ്സുള്ളവനും ദൈവ തേജസ്സിൻ്റെ ആത്മാവുള്ളവനും മരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ യേശു ജീവിച്ചിരുന്നപ്പോൾ ഈ 2 കാര്യങ്ങളും കിട്ടിയിരുന്നില്ല. അങ്ങനെ മരിച്ചടക്കപ്പെട്ടു. യേശു പാതാളത്തിലേക്ക് ഇറങ്ങി. 3-ാം നാൾ അവിടുന്ന് കയറി. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യപ്രകാരം മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണ്ണയിക്കപ്പെട്ടു. മഹത്വത്തിൻ്റെ ആത്മാവിനാലാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. മരിക്കുന്നതിന് മുമ്പേ ദൈവ തേജസ്സിന് അവകാശിയായി തീർന്നുവെങ്കിലും മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് മരിക്കേണ്ടതും രക്തം ചൊരിയേണ്ടതും ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഉയർത്തെഴുന്നേൽപ്പിൽ മഹത്വത്തിൻ്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, തേജസ്സിൻ്റെ ആത്മാവ് അവന് ലഭിക്കാൻ ഇടയായി തീർന്നു. റോമാലേഖനം 6-4 റോമാലേഖനം 1-5 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോഴും തേജസ് കിട്ടിയിരുന്നില്ല. തുടർന്ന് യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സ്വന്തം രക്തത്താൽ സാധിച്ചു. കൃപാസനത്തിൽ സ്വന്തം രക്തം തളിച്ചു. ദൈവത്തിൻ്റെ കോപം അടങ്ങി. അങ്ങനെ ആത്മാവായി ലോകത്തിൽ വ്യാപരിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ഉള്ള സുവിശേഷം നാം കേട്ടു. ആ നാമത്തിൽ വിശ്വസിച്ചു. ആ നാമത്തിൽ ജീവൻ പ്രാപിച്ചു. ആ നാമത്തെ അനുസരിച്ചു. ആ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പ്രാണനിൽ മഹത്വത്തിൻ്റെ ആത്മാവ്. അതാണ് ഇപ്പോൾ നമ്മൾ 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടത്. ക്രിസ്തുവിന് നാമഹേതുവായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവല്ലോ. ക്രിസ്തു ജനിച്ചപ്പോൾ ക്രിസ്തുവിനോടുകൂടെ പരിശുദ്ധാത്മാവ് വസിച്ചു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ മഹത്വത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചു. സ്വർഗ്ഗാരോഹണത്തിൽ തേജസ്സും പ്രാപിച്ചു. ഈ 3 ഘട്ടങ്ങളാണ്. ഈ 3 ഘട്ടങ്ങൾ തന്നെ മനുഷ്യനും സഭയും പ്രാപിച്ചിരിക്കണം. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുയേശുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാമത്തെ അനുസരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ആത്മാവ് പ്രാണനിൽ കിട്ടുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ തേജസ്കരിക്കപ്പെട്ട് ക്രിസ്തുയേശുവിനോട് തേജസ്കരിക്കപ്പെട്ട് തേജസ്സിനെയും പ്രാപിക്കുന്നു. ഈ 3 ഘട്ടമാണ്. അപ്പോൾ യേശു പ്രാപിച്ചത് ജനനം, ഉയർപ്പ്, സ്വർഗ്ഗാരോഹണം. ഈ 3 ഘട്ടങ്ങളിലായിട്ട് പരിശുദ്ധാത്മാവിനെയും മഹത്വത്തിൻ്റെ ആത്മാവിനെയും തേജസ്സിനെയും പ്രാപിച്ചു. സഭയാകട്ടെ സുവിശേഷം കേട്ട് ആത്മാവിനെ പ്രാപിച്ചു. സുവിശേഷം അനുസരിച്ച് മഹത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു. അല്ലെങ്കിൽ നാമത്തെ അനുസരിച്ച് മഹത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു. കർത്താവിൻ്റെ വരവിങ്കൽ തേജസ്സും പ്രാപിച്ചു. ഇതാണ് രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ദൈവം നമുക്ക് വന്നിരിക്കുന്ന രക്ഷ. ഇവിടെ ചിന്തിക്കുന്നത് ഈ അവസ്ഥയിൽ മനുഷ്യന് സന്തോഷമുണ്ടാകും. ക്രിസ്തുവിൻ്റെ ഈ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമഹേതുവായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. കാരണം മനുഷ്യൻ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്ക് ആത്മാവിൻ്റെ ആദ്യദാനമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് മഹത്വത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പ്രാണനിലാണ് കിട്ടിയിരിക്കുന്നത്. മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടു പോയ
തേജസ്സും തേജസ്സിൻ്റെ ആത്മാവും ദൈവസഭ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടപ്പോൾ അവരുടെ പ്രാണനിൽ ഈ മഹത്വത്തിൻ്റെ ആത്മാവിനെ കിട്ടി. ആ സമയത്തുള്ള സന്തോഷമാണ് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം മഹിമയുള്ള സന്തോഷം എന്ന് എഴുതിയിരിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. മഹിമയുള്ള സന്തോഷം, ആത്മരക്ഷ പ്രാപിക്കുമ്പോൾ മഹിമയുള്ള സന്തോഷം, അത് ഈ മഹത്വത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ പ്രാണനിൽ വരുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷമാണ് മഹിമയുള്ള സന്തോഷം. അതായത് രക്ഷിക്കപ്പെട്ട പ്രാണനിൽ മനോരാശിക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സിൻ്റെ ആത്മാവ് പ്രാപിക്കുമ്പോൾ അവൻ്റെ പ്രാണനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആ തേജസ്, നഷ്ടപ്പെട്ടു പോയ ആ തേജസ്, ആ നിത്യഘനം, എന്നേക്കുമുള്ള സന്തോഷം, അത് എൻ്റെ പ്രാരംഭമായി ആ തേജസ്സിൻ്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് രക്ഷയുടെ സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതാണ് വെളിപ്പെട്ട് വരുന്നത്. അത് കഷ്ടതയിലോ ഞെരുക്കത്തിലോ ഒന്നിലും അത് കുറഞ്ഞു പോകാനോ മങ്ങിപ്പോകാനോ നഷ്ടപ്പെട്ടു പോകാനോ ഇടവരികയില്ല. പ്രധാന നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്.